ഹോർമൂസ് എന്നത് വളരെ വളരെ ഈ തന്ത്രപ്രധാനമായ മേഖലയും ചോക്ക് പോയിന്റുമാണ്. അതുകൊണ്ട് ഹോർമൂസിൽ ഇറാനെ ഇറാന് സ്വീകാര്യമല്ലാത്ത ജലയാനങ്ങൾ, അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ കപ്പലുകൾ അതുവഴി പോയാൽ ഏത് നിമിഷവും ആക്രമണ ഭീഷണി ഉണ്ടാവാം. ഇനി ഉണ്ടെങ്കിൽ എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ എണ്ണ കടലിലേക്ക് പരക്കുകയാണെങ്കിൽ പാരിസ്ഥിതിക ശോഷണം അതിഭീകരമായിരിക്കും. അത് മാത്രമല്ല, കടൽ മൈനുകൾ സ്ഥാപിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇപ്പൊ കടൽ മൈനുകൾ പൂർണ്ണമായി, അതായത് കടലിന്റെ അടിത്തട്ടിൽ സ്ഥാപിക്കുന്നതും ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതും അതുപോലെ കാന്തശക്തിയോടുകൂടി ഒരുപക്ഷെ കപ്പലുകളിലേക്ക് അടുത്തു വരുന്നതുമായ പല വിധത്തിലുള്ള മൈനുകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് ഇറാന്റെ കൂടി ഒരു സഹകരണമില്ലാതെ അതിലേക്ക് കടന്നു പോകുന്ന കപ്പലുകൾ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ഇറാന്റെ കരയിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ആക്രമണം അതൊന്നും പൂർണ്ണമായി ഒഴിവാക്കാനായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ മിസൈൽ ആക്രമണം സ്ഥിരീകരിക്കുന്നു. കാരണം ഇറാന്റെ മിസൈൽ പ്രതിരോധ ശക്തി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, സമ്മതിക്കാം. പക്ഷേ ഇറാൻ ഇപ്പോഴും ആക്രമണ ഉത്സുകത കാട്ടുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ, GCC രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇപ്പോഴും അഴിച്ചുവരുന്നത്. അങ്ങനെയെങ്കിൽ ഹോർമൂസ് ഒരു സ്ട്രെങ്ത് ആണ്, സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണ് ഹോർമൂസ്. അതുകൊണ്ട് ആ ബലത്തിലാണ് കഴിഞ്ഞ 47 വർഷവും അമേരിക്കയെ വെല്ലുവിളിച്ച് കഴിഞ്ഞത് ഇറാൻ.